ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പെടലി പിടിച്ച് കെ എസ് യുക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? ഈ മറ്റേ അവരുടെ കൂടെയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി പണ്ട് പറഞ്ഞ കാര്യം ഒന്നുകിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് നശിപ്പിച്ച് കളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പെടലി പിടിച്ച് കെ എസ് യുക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നുണ പറയാമെന്ന്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞില്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ പെടലി പിടിച്ച് തിരിച്ചെന്ന്, പിന്നെ കൈ പിടിച്ച് ഒടിച്ചെന്ന് വീണ ജോർജിന്റെ കെ എസ് യുക്കാർ. അത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധം ഉണ്ടായില്ലെന്ന്. പിറ്റേ ദിവസം മാറ്റി പറഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന തെളിവുകൾ ഞങ്ങളെ ഹാജരാക്കിയപ്പോൾ പറഞ്ഞില്ലേ? ആരാ നുണ പറയുന്നത്? കൃത്യമായ നുണ പ്രചരിപ്പിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പൊ പറയുന്ന രീതി നുണയല്ലേ? ഇപ്പൊ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും നുണയാണ്, പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മുഴുവൻ പ്രചരണങ്ങളും അത് നമ്മുടെ നിലവിലാണെന്നുള്ളതിന്റെ വിരോധം മാത്രം നമുക്കുള്ളൂ. ഇപ്പോഴെങ്കിലും സതീശന് നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്തിട്ട് ഇപ്പോഴൊന്നല്ല, കാര്യങ്ങൾ കുറച്ച് തിരിച്ചറിയുന്ന ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ നിലപാടുകളിൽ മയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നുണ്ട്. എന്താ സതീശൻ പറഞ്ഞത്? ഒന്നുകിൽ കായികപരമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ പെണ്ണ് കേസിൽ പെടുത്തും, അല്ലെങ്കിൽ മറ്റു വല്ല കേസുകളിൽ പെണ്ണ് കേസിൽ പെടുത്താൻ ഇപ്പോൾ ആണുങ്ങളെയല്ലേ പറ്റുള്ളൂ, ഇപ്പോൾ സ്ത്രീകളെ ആണെങ്കിലോ മറ്റു വല്ല കേസിലും പെടുത്തും. ഇതാണ് CPMന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിപ്പോൾ രാഷ്ട്രീയ എതിരാളികളാവട്ടെ, ഇനി തങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളുകളാവട്ടെ, ആരുമാവട്ടെ, അവരെ ഇങ്ങനെയാണ് CPM നേരിടുന്നത് അല്ലേ? ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ കായികപരമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. TP ചന്ദ്രശേഖരന് ഏറ്റവും വലിയ ഉദാഹരണം. TP മാത്രമാണോ? ഇല്ല, ഷുഐബ് ഉണ്ട്, കൃപേഷ് ഉണ്ട്, ശരത് ലാൽ ഉണ്ട്, അരിയിൽ ഷുക്കൂർ ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ കായികപരമായിട്ട് അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ. പിന്നെ പറഞ്ഞതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പെണ്ണ് കേസിൽ പെടുത്തു. അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ഇത് രാഹുൽ മാങ്കൂട്ടമാണോ നേരിട്ടത്? അല്ല, ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ. കാരണം അയാൾ ചെയ്ത ഒരു അത്ര നന്മ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല. അയാൾക്ക് PR ഉണ്ടായില്ല എന്നൊരു കുറവ് മാത്രമേ അയാൾക്ക് ഉണ്ടായുള്ളൂ. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് പൊടിപ്പും തുങ്ങലും വെച്ച് ജനങ്ങളോട് പറയാൻ PR ഉണ്ടായില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അത് ഉമ്മൻചാണ്ടിയാ. അതുകൊണ്ടാണ് അയാൾ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ജീവിച്ചിരുന്ന കാലത്തും ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്തിനും ഏതിനും ഉമ്മൻചാണ്ടിയാണെന്നല്ലേ, കാരണക്കാരൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം CPM അയാളെ ഭയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് നടന്നു കയറുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അല്ലേ? ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് സതീശൻ പറഞ്ഞതുപോലെ പെണ്ണ് കേസിൽ പെടുത്തിയത്. അങ്ങനെയാണ് TPയെ വെട്ടി വീഴ്ത്തിയതുപോലെ ഷുഐബിനെയും ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടി വീഴ്ത്തിയതുപോലെ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന 19കാരനെ വെട്ടി വീഴ്ത്തിയതുപോലെ രാഹുലിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഇവർ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ കായികപരമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അതിന് സാധിക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന പെണ്ണ് കേസിൽ പെടുത്തുക, ആരോപണങ്ങളിൽ പെടുത്തുക, വിവാദങ്ങളിൽ പെടുത്തുക, അങ്ങനെ വേർബലി ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. അത് ആദ്യം ശ്രമം വെട്ടി വീഴ്ത്താൻ തന്നെയാണ്. CPMന് രാഷ്ട്രീയ ശത്രുവിനെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് അജണ്ട. അങ്ങനെയാണ്. അതിന് സാധിക്കാത്തവരെ പെണ്ണ് കേസിൽ പെടുത്തും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചത്. രാഹുൽ ഇവരുടെ ശത്രുവായിരുന്നു എല്ലാ രീതിയിലും. കാരണം
ബാക്കിയുള്ള അടിമകളൊക്കെ രാജാവിൻ്റെ മുന്നിൽ നിന്ന് രാജാവ് നീട്ടുന്ന തീട്ടം നിൽക്കുന്ന അടിമകളായി മാറിയപ്പോൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ച് മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി വിളിച്ച് രാജാവിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചവനാ. അപ്പോൾ അവനെ ഒന്ന് വീഴ്ത്തണം എന്നുള്ളത് ഇവരുടെ ചിരകാല സ്വപ്നങ്ങളായിരുന്നു. അപ്പോൾ എന്നിട്ട് വീഴ്ത്തിയോ? വീഴ്ത്തിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അത് ഇപ്പം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സംഭവിച്ചതൊക്കെ എല്ലാം നല്ലതിനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് VK ശ്രീകണ്ഠൻ പറഞ്ഞത് സംഭവിക്കാൻ വരുന്നതും എല്ലാം നല്ലതിന്, സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന് എന്നാണ് എൻ്റെ ഭാഷ്യം. കാരണം ഈ വിവാദങ്ങൾ, ഈ പുകമറകൾ, ഈ ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടായി. കോൺഗ്രസ് മാതൃകാപരമായ നടപടിയെടുത്തു, രാഹുലിനെ പുറത്താക്കി. ഇന്ന് ഈ പരാതികളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ട് അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ, അയാളെ പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ, ഇത് പെണ്ണ് കേസിൽ പെടുത്തിയതാണ് എന്ന് സതീശനെ പോലെ ഉറച്ച നിലപാടെടുത്ത വ്യക്തികൾ തുറന്നു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിൻ്റെ വലിയൊരു മൈലേജ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിൻ്റെ മൈലേജ് അതൊന്നുകൂടി വർദ്ധിച്ചു. അയാളുടെ ഗ്രാഫ് അങ്ങ് ഉയർന്നു, അയാളുടെ സ്റ്റാർഡം അതൊന്നുകൂടി വിപുലമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരോപണങ്ങൾ, പരാതികൾ, കേസുകൾ, അന്വേഷണങ്ങൾ, അറസ്റ്റ്, ജാമ്യം, കോടതി, ഇതൊക്കെ ഉണ്ടായിട്ടും എന്താ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രാഫ് വലിയ രീതിയിൽ അത് ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, സംഭവിച്ചതെല്ലാം നല്ലതിനാ. ഒരു ഘട്ടത്തിൽ രാഹുലിനെ ക്രൂരനാക്കുന്നത്, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നത് കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ വിഷമമുണ്ടായി. പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഒരു അനുഗ്രഹമായി ഈ വേട്ടയാടൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ ധാർമ്മികപരമായ അവരെടുത്ത ഒരു നിലപാട്, അന്വേഷണങ്ങൾ പോലും നടത്താതെ, രാഹുലിനെ കേൾക്കുക പോലും ചെയ്യാതെ അത്തരത്തിലൊരു പരാതി കേട്ടപ്പോഴേക്ക് അവരതിൽ ഒരു നടപടിയെടുത്തു. പിന്നെ ആ നടപടി, ആ കേട്ടതൊക്കെ പച്ച നുണയായിരുന്നു എന്ന് ഇപ്പം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. രാഹുലിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിലൂടെ രാഹുൽ വേട്ടയാടപ്പെട്ടതാണെന്ന് അയാളെ പുറത്താക്കാൻ നടപടിയെടുത്ത ആളുകൾ, തീരുമാനമെടുത്ത ആളുകൾ തന്നെ വന്ന് പറയുമ്പോൾ എല്ലാം കലങ്ങി തെളിയുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? അതാണ്. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ചോദ്യത്തിന് ഈ പറയുന്ന സതീശൻ്റെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. രാഹുലിൻ്റേത് രാഷ്ട്രീയ വേട്ടയായിരുന്നു, രാഹുലിനെ പെടുത്തിയതായിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ അന്വേഷിക്കാതെയാണോ പാർട്ടി ഒരു നടപടിയെടുത്തത് എന്ന്? കാരണം പാർട്ടി അങ്ങനെ നടപടിയെടുത്തു, അയാളെ മാറ്റി നിർത്തി. പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു ലൈനുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്ന പരാതികളിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ ആധാരമാണ്, അല്ലേ? ഇപ്പോൾ പരാതിയിൽ എന്താ പറയുന്നത്? വലിയ ക്രൂരത, വലിയ പീഡനം, ബലാത്സംഗം, മർദ്ദനം എന്നൊക്കെ പറഞ്ഞ്, വൈകൃതം എന്നൊക്കെ പറഞ്ഞ് പരാതിയിൽ പറഞ്ഞു. ഈ പരാതികൾ കോടതിയിലെത്തിയപ്പോൾ കോടതി എന്താ ചോദിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് വൈകൃതം, എവിടെ വൈകൃതം? നിങ്ങളെ പറഞ്ഞത് പീഡനം, എവിടെ പീഡനം? നിങ്ങളല്ലേ പറഞ്ഞത് ബലാത്സംഗം, എവിടെ ബലാത്സംഗം? നിങ്ങളല്ലേ പറഞ്ഞത് മർദ്ദനം, എവിടെ മർദ്ദനം എന്ന് കോടതി ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പരാതിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിക്കുകയാണ്, എണ്ണി എണ്ണി ചോദിക്കുകയാണ് കോടതി. അപ്പോൾ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പറ്റും പരാതി വന്നു എന്നറിഞ്ഞപ്പോൾ അത് അന്വേഷിക്കേണ്ടതും അത് കണ്ടെത്തേണ്ടതും ജുഡീഷ്യറിയാണെന്ന് പറഞ്ഞ് ജുഡീഷ്യറിക്ക് വിട്ടുകൊടുത്ത് ഈ വ്യക്തിക്കെതിരെ നടപടിയെടുത്തു. ആ ജുഡീഷ്യറി ചോദിക്കുക, എവിടെ? പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ
അവനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് മാതൃകയാവുകയാണ് കോൺഗ്രസ്. അപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പം എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഒന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരണം. ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ് ഈ വെയിറ്റിങ്. ആ നോട്ടിഫിക്കേഷൻ വന്ന വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്തുണ്ടാവും? സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അതാണ് ഇന്നലെ രാഹുൽ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നില്ലേ. സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ ഒരാളായിട്ട് താനുണ്ടാകുമെന്ന് രാഹുൽ അത്രയും കോൺഫിഡൻസോട് പറയാൻ കാരണം എന്താ ഈ പറഞ്ഞ ഉറപ്പുകളാ. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, അടൂരിൽ പാലക്കാട്ട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ പത്തനംതിട്ടയിലെ അടൂരിൽ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നു. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ VK ശ്രീകണ്ഠൻ എങ്ങനെയാണ് അടൂരിലെത്തിയത്? അത് VK ശ്രീകണ്ഠൻ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം സമാപിച്ച പുതുയുഗ യാത്ര, VD സതീശൻ ചെയ്ത പുതുയുഗ യാത്രയുടെ ഒരംഗമായിരുന്നു ഈ VK ശ്രീകണ്ഠൻ. അപ്പോൾ VK ശ്രീകണ്ഠന് എവിടെ എത്തിയപ്പോൾ VK ശ്രീകണ്ഠൻ ഏത് പുതുയുഗ യാത്രയിൽ അംഗം? VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ. അത് അടൂരിലെത്തിയപ്പോൾ യാദൃശ്ചികമായിട്ട് രാഹുലിനെ കാണുന്നു. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ചില ഉറപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പോലും അത്തരം ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ശ്രീകണ്ഠനുമായി നടത്തിയ കൂടിക്കാഴ്ചയും അത് കഴിഞ്ഞിട്ട് രാഹുലിന്റെ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവും രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയ ശേഷം നടത്തുന്ന പ്രവർത്തനങ്ങളും അതും വളരെ ഇമ്പോർട്ടന്റാ. രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയ ശേഷം ഇടപെടലുകൾ ആ രീതിയിലാ. വലിയ ജനപിന്തുണയാണ് ഉണ്ടാകുന്നത്. ഈ സ്മൈൽ ഭവന പദ്ധതിയുടെ താക്കോൽ കൈമാറ്റ ചടങ്ങുകൾ നടത്തുന്നതോടുകൂടി ജനങ്ങൾ ഇരുകൈയും നീട്ടി അയാളെ സ്വീകരിക്കുകയാ. ജനങ്ങൾ ആഗ്രഹിച്ച് ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം വെച്ചുകൊടുത്ത വീടുകളാ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ടോട്ടൽ കണക്ഷൻ രാഹുലിന്റെ തിരിച്ചുവരവിലും എല്ലാത്തിലും നമുക്ക് കാണാനുണ്ട്. അതാണ് അടൂരിൽ വെച്ച് രാഹുലുമായി ശ്രീകണ്ഠൻ കൂടിക്കാഴ്ച നടത്തുന്നു. ശ്രീകണ്ഠന് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠന് വേണ്ട ഈ പുതുയുഗ യാത്രയിലെ സൗകര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കുന്നു? സതീശൻ ചെയ്തു കൊടുക്കുന്നു, നിർദ്ദേശം നൽകുന്നു. ഇപ്പോഴിതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് രാഹുലിനെ ഈ പറയുന്ന സ്ഥാനാർത്ഥിയാക്കി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു രാഹുലിനെ പെണ്ണ് കേസിൽ പെടുത്തിയതാണ് എന്ന് ആര് പറയുന്നു? സതീശൻ മറുപടി പറയുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതാണ്. മനസ്സിലായില്ലേ? അപ്പോ രാഹുല് ഇപ്പൊ നിങ്ങൾ നോക്ക്, രാഹുലിന്റെ ഈ രണ്ടാമത്തെ തിരിച്ചുവരവ് അത്ര കൃത്യം പ്ലാനോട് കൂടിയാണ് എന്ന് പറയാനുണ്ടായ കാരണം, അയാൾ തിരിച്ചെത്തുന്നതിന് തിരിച്ചെത്താനുള്ള ഒരു കാരണം ഉണ്ടാക്കിയത് ഈ സ്മൈൽ ഭവന പദ്ധതിയുടെ വീടിന്റെ താക്കോൽ കൈമാറ്റം, ആദ്യ വീടിന്റെ താക്കോൽ കൈമാറ്റത്തിനെത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ടതോ പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ തരംഗമാകുന്ന രാഹുലിനെയാ കാണുന്നത്, അല്ലേ? അപ്പോ അമ്മമാര്, വീട്ടമ്മമാര്, യുവതികള് എല്ലാവരും ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് ഇപ്പോ കോൺഗ്രസിന് നിലപാടുകൾ മാറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ നിലപാട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നിലപാടുകൾ അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയായി മാറുന്നുണ്ട്, സതീശന്റെ എസ്പെഷ്യലി. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു നിലപാട് കാരണമാണല്ലോ ഇപ്പോ പാർട്ടിക്കാണെങ്കിലും രാഹുലിനാണെങ്കിലും വലിയ മൈലേജ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു നിലപാട് കാരണമാണല്ലോ രാഹുലിന് വളരെ വേഗം തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിരിക്കുന്നത്. അപ്പോ ഈ നിലപാടുകൾ പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ സതീശൻ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കുമ്പോഴേക്കും കല്ലെടുത്തെറിയണ്ട. സതീശന്റെ നിലപാടുകൾ അത് കുറച്ചുകൂടി ആഴത്തിൽ മുൻകൂട്ടി കണ്ട് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കിയെടുക്കുന്ന നിലപാടുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ സതീശന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ വെറും നിലപാട് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയാ. എല്ലാം നല്ലതിന് എന്ന് ശ്രീകണ്ഠൻ പറഞ്ഞതും ഇതും അതും ഒക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണെന്ന് ഇപ്പോ സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്.